നമ്മുടെ ഇന്ത്യ ഇപ്പോൾ മറ്റൊരു മിസൈലിന്റെ പണിപ്പുരയിലാണ്. ധ്രുവാസ്ത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന പെനിട്രേഷൻ കം ബ്ലാസ്റ്റ് ഓർ തെർമോബറിക് ശൈലിയിലുള്ള വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ എയർ ടു സർഫേസ് മിസൈൽ പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. പൂനെയിലെ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എയർബോൺ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനായി ഹെവി ഇഫക്ട് വാർഹെഡുകൾ വിന്യസിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശ്രമമായിട്ടാണ് ഈ വികസനം ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ ധ്രുവാസ്ത്ര എന്ന് പറയുന്നത് ഒരു പുതിയ ആയുധ ആശയമാണോ അതോ ഇതിനകം അറിയപ്പെടുന്ന ഹെലീന അല്ലെങ്കിൽ ധ്രുവാസ്ത്ര ATGM കുടുംബത്തിന്റെ ഡെറിവേറ്റീവ് ആണോ അതോ വേരിയന്റ് ആണോ എന്നതുൾപ്പെടെ നിരവധി വിശദാംശങ്ങൾ ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. അതേസമയം തന്നെ DRDO പറയുന്നത് PCB ബ്ലാസ്റ്റ് അല്ലെങ്കിൽ തെർമോ ബാർഹെഡ് ഓപ്ഷനുകൾ എന്നിവയുള്ള വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന ഉപരിതല ആക്രമണ യുദ്ധോപകരണം നൽകുന്ന പ്രോഗ്രാമിനെ ധ്രുവാസ്ത്ര എന്ന പേര് ഉപയോഗിക്കുന്നു എന്നാണ്. എന്നാൽ ഈ പേരെന്ന് പറയുന്നത് പുതിയതല്ല. വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന വകഭേദമായി ധ്രുവാസ്ത്രയെ ഇതിനകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ARDOയുടെ പ്രവർത്തനം ഒരു ATGM ലൈനിന്റെ വിപുലീകരണമാണോ അതോ വേറിട്ടതും വലുതുമായ ഒരു എയർ ടു സർഫേസ് മിസൈൽ പ്രോഗ്രാം ആണോ എന്ന കാര്യത്തിൽ അവ്യക്തതയാണ് നൽകുന്നത്. എന്നാൽ ബങ്കറുകൾ, ഫീൽഡ് ഫോർട്ടിഫിക്കേഷനുകൾ, ലൈറ്റ് ആർമർ എന്നിവയ്ക്കെതിരെ മാരകത വർദ്ധിപ്പിക്കുന്നതിനായി പെനിട്രേഷൻ കം ബ്ലാസ്റ്റ്, തെർമോബറിക് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവ ARDOയും അനുബന്ധ DRDO ലാബുകളും സമീപ വർഷങ്ങളിൽ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. അതേപോലെ തന്നെ PCB അല്ലെങ്കിൽ TB വാർഹെഡുകളിലും ഹൈ എനർജി വാർഹെഡ് സാങ്കേതിക വിദ്യയിലും ARDOയുടെ പ്രവർത്തനങ്ങൾ DRDO ഡോക്യുമെന്റേഷനിലും പൊതു സാങ്കേതിക കുറിപ്പുകളിലും വ്യക്തമാക്കിയിട്ടുമുണ്ട്. പുതിയ ധ്രുവാസ്ത്ര പ്രോജക്ട് പരമ്പരാഗത സ്ഫോടന അല്ലെങ്കിൽ തെർമോബറിക് ഓപ്ഷനോടൊപ്പം ഒരു PCB ഓപ്ഷനും വാഗ്ദാനം ചെയ്യുന്നു. ലക്ഷ്യ സൈറ്റുകളെ ആശ്രയിച്ച് പ്രവർത്തന കമാൻഡർമാർക്ക് ഇത് എളുപ്പം നൽകുന്നു. അതേപോലെ തന്നെ ഈ പുതിയ ധ്രുവാസ്ത്ര റോട്ടറിംഗ് വിംഗ് പ്ലാറ്റ്ഫോമുകൾക്കായി മാത്രമാണോ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സഡ് വിംഗ് ഫൈറ്റർ, മൾട്ടി റോൾ വിമാനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രത്യേകവും ഭാരമേറിയതുമായ എയർ ടു സർഫേസ് മിസൈൽ ആണോ ഇത് എന്ന് ARDO ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ PCB വാർഹെഡുകള് കവചിത വാഹനങ്ങളെ മാത്രമല്ല സമീപത്തുള്ള കോട്ടകളെയും ലൈറ്റ് ബങ്കറുകളെയും ഷെൽട്ടേർഡ് വ്യക്തികളെയും പരാജയപ്പെടുത്തുന്നതിന് ആർമർ പെനിട്രേഷനുമായി ഉയർന്ന ഓർഡർ സ്ഫോടനം സംയോജിപ്പിക്കുന്നു. തെർമോബറിക് അല്ലെങ്കിൽ സ്ഫോടന ഓപ്ഷനുകൾ അടച്ചിട്ട ഇടങ്ങൾക്കുള്ളിൽ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. കൗണ്ടർ ഫോർട്ടിഫിക്കേഷനും ആന്റി സ്ട്രക്ചർ ദൗത്യങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണ്. തിരഞ്ഞെടുക്കാവുന്നതോ വേരിയന്റ് ആയ വാർഹെഡുകൾ ഉപയോഗിച്ച് എയർ ലോഞ്ച്ഡ് മിസൈൽ വിന്യസിക്കുന്നത് സ്ട്രൈക്ക് ഹെലികോപ്റ്ററുകൾക്കും ജെറ്റുകൾക്കും ടാങ്ക് വിരുദ്ധം മുതൽ ബങ്കർ ബസ്റ്റിംഗ്, സോഫ്റ്റ് ടാർഗറ്റ് അടിച്ചമർത്തൽ വരെയുള്ള വിശാലമായ ദൗത്യങ്ങൾക്ക് ഇത് നൽകുന്നു. അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്കായിട്ടാണ് RDO ഈ ധ്രുവാസ്ത്രം വികസിപ്പിക്കുകയാണ് എങ്കിൽ ഇന്ത്യക്ക് മെച്ചപ്പെട്ട വാർഹെഡ് ലെതലിറ്റിയുള്ള ഒരു ഷോർട്ട് ടു മീഡിയം റേഞ്ച് പ്രിസിഷൻ എയർ ടു സർഫേസ് ആയുധം സ്വന്തമാക്കാൻ കഴിയും. അതായത് ഇത് കാഠിന്യമേറിയ ഫീൽഡ് ലക്ഷ്യങ്ങൾക്കെതിരെ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്കുകൾ നടത്തുന്നതിനും ഭാരമേറിയതും വില കൂടിയതുമായ പ്രിസിഷൻ ബോംബുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യുന്നു. ധ്രുവാസ്ത്ര എന്ന പേര് വീണ്ടും ഉപയോഗിച്ച് വ്യത്യസ്തമായ ഒരു എയർ ടു സർഫേസ് മിസൈൽ നിർമ്മിക്കുകയാണ് ARDO ചെയ്യുന്നത് എങ്കിൽ പൂർണ്ണമായും പുതിയൊരു ഗൈഡ് വെപ്പൺ കുടുംബം പക്വത പ്രാപിക്കുകയാണ്. ഇത് എയർ പ്ലാറ്റ്ഫോമുകളിൽ മൾട്ടി ഇഫക്ട് വാർഹെഡുകൾ വേഗത്തിൽ വിന്യസിക്കാനുള്ള DRDOയുടെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഏത് മിസൈൽ ആയാലും, അതായത് പുതിയ ഒരു മിസൈൽ ARDO വികസിപ്പിച്ചെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പഴയതിന്റെ ഒരു വേരിയന്റ് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പോലും രണ്ട് വഴികളും ഇന്ത്യയുടെ വ്യോമാക്രമണ പ്രതിരോധ ദൗത്യങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവാണ് വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ പക്വത പ്രാപിച്ചാൽ കയറ്റുമതിക്ക് ഇത് ആകർഷകമാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ടിബറ്റൻ വിദഗ്ധർ. അതായത് LACക്ക് സമീപം ചൈനയുടെ വരാനിരിക്കുന്ന തന്ത്രപ്രധാനമായ റെയിൽ ലിങ്ക് ഇന്ത്യക്ക് വലിയ സുരക്ഷ ആശങ്കയായിരിക്കും എന്നാണ് ടിബറ്റൻ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ടിബറ്റിനെ ചൈനീസ് നഗരമായ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ തന്ത്രപ്രധാന റെയിൽവേ ലൈനിന്റെ പണി ചൈന ആരംഭിച്ചു. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഒരു പാതയാണ് ഇത്. ഇത് ഇന്ത്യക്ക് സൈനിക സുരക്ഷാ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുമുണ്ട്. ഈ പദ്ധതി ചൈനയുടെ സൈനിക ലോജിസ്റ്റിക്സും മേഖലയിലെ സ്വാധീനവും ഗണ്യമായി വർദ്ധിപ്പിക്കും എന്ന് ടിബറ്റൻ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മധ്യ ടിബറ്റുമായുള്ള ചൈനയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അതിർത്തി പ്രദേശങ്ങൾ സൈന്യത്തെയും വിഭവങ്ങളെയും സമാഹരിക്കുന്നതിനുള്ള ശേഷി മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഈ പുതിയ റെയിൽപാത ലക്ഷ്യമിടുന്നത്. അതേപോലെ തന്നെ LACക്ക് സമീപം ഇന്ത്യ സ്വന്തമായി അതിർത്തി റെയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് ചൈന ഇപ്പോൾ ഈ വികസനം നടത്തുന്നത്. 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി അടുത്ത ദശകത്തിൽ ലാസയ്ക്ക് ചുറ്റും 5000 കിലോമീറ്റർ പീഠഭൂമി റെയിൽ ശൃംഖല നിർമ്മിക്കാനുള്ള
ചൈനയുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്നും വിദഗ്ധർ പറയുന്നു. അക്സായി ചിനിൽ നിലനിൽക്കുന്ന പ്രാദേശിക തർക്കങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ പ്രദേശം ഒരു സെൻസിറ്റീവ് ഏരിയ തന്നെയാണ്. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹിമാലയത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ച് പഠിക്കുന്ന ടിബറ്റ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക പണ്ഡിതനായ ജവാങ് ഡോർജി ആണ്. ഇന്ത്യൻ അതിർത്തിക്കടുത്തെ പുതിയ റെയിൽ ഹൈവേ പദ്ധതികൾക്കായുള്ള ചൈനയുടെ പ്രേരണ സമീപകാല സുരക്ഷാ സംഭവ വികാസങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അരുണാചൽ പ്രദേശത്തിനടുത്തുള്ള കിഴക്കൻ മേഖലയിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ ഒരു ലിവറേജായി ഉപയോഗിക്കുന്നതിനായി ചൈന ഇതിനകം തന്നെ ജലസ്രോതസ്സുകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലയിൽ ഇവർ ഒരു പുതിയ റെയിൽപാത നിർമ്മിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ചൈന കൂടുതൽ ജാഗ്രത പാലിച്ചിരിക്കുക എന്നാണ് ഡോർജി പറഞ്ഞത്. ഇതുകൂടാതെ ടിബറ്റ് ലാസ റെയിൽവേക്ക് പുറമെ നാഗ്ചൂവിനും എൻഗാരിക്കും ഇടയിൽ ചൈന ഒരു ഹൈവേ നിർമ്മിക്കുന്നുണ്ട് എന്നും ഇത് മേഖലയിലെ ചൈനീസ് സൈനിക ചലനാത്മകതയും ലോജിസ്റ്റിക്സും വളരെയധികം വർദ്ധിപ്പിക്കും എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘർഷങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ചൈനയ്ക്ക് ഒരു മേൽക്കൈ നൽകും. സുരക്ഷയ്ക്കപ്പുറം ആഗോള AI സാങ്കേതിക മത്സരത്തിൽ നിർണായകമായ യുറേനിയം, ലിഥിയം തുടങ്ങിയ ടിബറ്റിന്റെ വിശാലമായ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ചൈനയെ ഈ റെയിൽവേ സഹായിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വിദൂര പ്രദേശങ്ങളിൽ ഭരണപരവും സൈനികവുമായ നിയന്ത്രണം കർശനമാക്കാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം. ചൈനയുടെ ഏറ്റവും അഭിലാഷപൂർണവും പ്രകോപനപരവുമായ സംരംഭങ്ങളിൽ ഒന്നാണ് ഈ പദ്ധതി എന്നാണ് ടിബറ്റൻ എഴുത്തുകാർ ആക്ടിവിസ്റ്റുമായ ടെൻസിൻ സുൻഡ്യു വിശേഷിപ്പിച്ചത്. മധ്യ ടിബറ്റിലെ ഷിഗാറ്റ്സയെ പടിഞ്ഞാറൻ ടിബറ്റിലൂടെ ബന്ധിപ്പിക്കുന്ന ഈ റെയിൽവേ കൈലാഷ് പർവ്വതത്തിനും നാഗരിക്കും സമീപം കടന്നു പോവുകയും അക്സായി ചിൻ വഴി കിഴക്കൻ തുർക്കിസ്ഥാനിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. ഈ പാതയുടെ ചില ഭാഗങ്ങൾ ലഡാക്കിലെ ഡെംജോക്ക് അതിർത്തിയിൽ നിന്ന് 20 മുതൽ 30 കിലോമീറ്റർ വരെ അടുത്തുമായിരിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കപ്പെടുകയാണ്. ഇപ്പോൾ 5 വർഷത്തിനുള്ളിലാണ് ഇത് പൂർത്തിയാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുരുതരമായ സുരക്ഷാ ആശങ്ക തന്നെയാണ്. കാരണം നേപ്പാൾ, ഉത്തരാഖണ്ഡ് മുതൽ ലഡാക്ക് വരെ ഇന്ത്യൻ ഹിമാലയത്തിന് സമാന്തരമായി ഈ റെയിൽവേ പ്രവർത്തിക്കുന്നു. ഈ മേഖലയിലെ ഇന്ത്യയുടെ സ്വന്തം റെയിൽവേ പദ്ധതി ഇപ്പോഴും ആസൂത്രണ ഘട്ടത്തിൽ മാത്രമാണ്. ടിബറ്റൻ പടിഞ്ഞാറൻ സമതലങ്ങളായ ചാങ്ടാങ് സ്വർണം, ചെമ്പ്, സിങ്ക്, ലിഥിയം എന്നിവയാൽ സമ്പന്നമാണ്. ഈ റെയിൽ ഇടനാഴിയിലൂടെ ചൈന ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഭവങ്ങൾ ഇതുമാണ്. ഇതുമൂലം ചൈനയ്ക്ക് 2 നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഖനനത്തിനും സൈനിക ആധിപത്യത്തിനും വേണ്ടിയാണ് ചൈന ഈ പദ്ധതി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ചൈനയുടെ വിപുലീകരണ നയത്തെയും ഇന്ത്യൻ ഹിമാലയൻ മേഖലയുടെ നിയന്ത്രണം നിലനിർത്താനുള്ള ഇവരുടെ ഉദ്ദേശത്തെയുമാണ് ഇത് കാണിക്കുന്നത്. സിൻജിയാങ് ലാസ റെയിൽവേ വെറുമൊരു അടിസ്ഥാന സൗകര്യ പദ്ധതിയല്ല എന്നും ഇന്ത്യക്കും ടിബറ്റിനും മുഴുവൻ ഹിമാലയൻ മേഖലയ്ക്കും ദൂരവ്യാപകമായ ഭൗമ രാഷ്ട്രീയ സുരക്ഷാ പ്രത്യാഘാതങ്ങളുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഇത് എന്നാണ് ഈ വിദഗ്ധർ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.